ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് അരുൺ ഭാസുരൻ. ടാലൻറ്റ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് VO എക്സാമിനെ മുൻനിർത്തി ആസിഡുകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ആസിഡുകൾ ഓർമ്മ കാണും. H2SO4, HCl, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്. അതിൻ്റെ ബാക്കി നമുക്കിന്ന് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആസിഡുകളെ കുറിച്ച് പഠിച്ചതെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒരു ജാബിർ ഇബൻ ഹയാനെ കുറിച്ചാണ്. നമ്മുടെ ഒരു പഴയ സയന്റിസ്റ്റാണ് ജാബിർ ഇബൻ ഹയാൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിനുള്ള കണ്ടുപിടുത്തങ്ങൾ. ഒന്ന് നമ്മൾ പറയാം. ഒന്ന്, ഇദ്ദേഹമാണ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പിതാവ്. ഇദ്ദേഹമാണ് നമ്മുടെ അസറ്റിക് ആസിഡ്, സ്പെല്ലിംഗ് കൂടി. ഇദ്ദേഹമാണ് നമ്മുടെ അസറ്റിക് ആസിഡിന്റെ പിതാവ്. ഇക്വേഷൻ ഏതാ? CH3COOH. ഇദ്ദേഹമാണ് നമ്മുടെ ടാർട്ടാറിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡിന്റെ പിതാവ്. ടാർട്ടാറിക് ആസിഡ് കാണപ്പെടുന്ന എവിടേക്കാണ്? ഗ്രേപ്പ് ആൻഡ് ടാമറിൻഡ്, പുളി മുന്തിരി. ഗ്രേപ്പ് ആൻഡ് ടാമറിൻഡ്, ഗ്രേപ്പ് ആൻഡ് ടാമറിൻഡ് ഒക്കെയാണ്. വീണ്ടും നമുക്ക് അപ്പോൾ HCl, അസറ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. നമുക്ക് വീണ്ടും അടുത്തൊരു പോയിന്റ് പറയാം, നൈട്രിക് ആസിഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നൈട്രിക് ആസിഡ്. അതിൽ നമുക്ക് പറയാം HNO3 ഒക്കെയാണ്. കഴിഞ്ഞില്ല, നമുക്ക് വീണ്ടും പറയാം is also HCl, acetic acid, tartaric acid, nitric acid is father of alchemy science. ഇദ്ദേഹം തന്നെയാണ് alchemy സയൻസിന്റെ പിതാവ്. ഫാദർ ഓഫ് alchemy സയൻസ്, ഇദ്ദേഹം തന്നെയാണ് alchemy സയൻസിന്റെ പിതാവ്. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് is also father of aqua regia. ഇദ്ദേഹം തന്നെയാണ് സ്വർണം അലിഞ്ഞുചേരുന്ന ലായനിയായ aqua regiaന്റെ പിതാവ്. അത്രയും നമുക്കൊന്ന് ബോക്സിലാക്കി പഠിക്കാം. ആരാണ്? നമ്മുടെ ജാബിർ ഇബൻ ഹയാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ നമ്മുടെ കെമിസ്ട്രിയിലെ പഴയ ഒരു സയന്റിസ്റ്റാണ്, ഒരു അറബ് സയന്റിസ്റ്റാണ്, പഴയ സയന്റിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് 6 കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഒന്ന് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. 2 അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ CH3COOH. അടുത്ത ടാർട്ടാറിക് ആസിഡ് കാണപ്പെടുന്നു ഗ്രേപ്പ് ആൻഡ് ടാമറിൻഡ്. അതുപോലെ തന്നെ നൈട്രിക് ആസിഡ് HNO3 ആണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് അൽക്കമി സയൻസ് അല്ലെങ്കിൽ അൽക്കമി ശാസ്ത്രത്തിന്റെ പിതാവ്. അതുപോലെ തന്നെ അക്വ റീജിയന്റെ പിതാവുമായിരുന്നു തന്നെ ഇതേ ജാബിർ ഇബൻ ഹയാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കുറെ ആൾക്കാർ ഇങ്ങോട്ട് ചേർത്തു. ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ HCl പഠിച്ചു. അപ്പോൾ ആ HCl ആണ് ഇത് ജാബിർ ഇബൻ ഹയാൻ. അതുപോലെ അസറ്റിക് ആസിഡ്, ഓൾഡസ്റ്റ് ആസിഡ് ഇൻ വേൾഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. CH3COOH, ജാബിർ ഇബൻ ഹയാൻ. അതുപോലെ തന്നെ ടാർട്ടാറിക് ആസിഡ്, ഗ്രേപ്പ് ആൻഡ് ടാമറിൻഡ്, പുളി മുന്തിരി. നൈട്രിക് ആസിഡ് HNO3, പിതാവ് ജാബിർ ഇബൻ ഹയാൻ. ഫാദർ ഓഫ് അൽക്കമി സയൻസ്, അൽക്കമി ശാസ്ത്രം. പുരാതന അറബ് രാഷ്ട്രങ്ങളിൽ കെമിസ്ട്രി അറിയപ്പെട്ടിരുന്ന പേരാണ് ഇത് അൽക്കമി സയൻസ്. പുരാതന അറബ് രാഷ്ട്രങ്ങളിൽ കെമിസ്ട്രി അറിയപ്പെട്ടിരുന്ന പേരാണ് ഇത് അൽക്കമി സയൻസ്. ആ അൽക്കമി ശാസ്ത്രം, പുരാതന അറബ് രാഷ്ട്രങ്ങളിൽ കെമിസ്ട്രിയെ വിളിച്ചിരുന്ന പേരാണ് ഇത് അൽക്കമി സയൻസ് അല്ലെങ്കിൽ അൽക്കമി ശാസ്ത്രം. ഈ അൽക്കമി ശാസ്ത്രത്തിന്റെ പിതാവുമായിരുന്നു തന്നെ ജാബിർ ഇബൻ ഹയാൻ ആണ്. ഇത് ഓൾസോ ഫാദർ ഓഫ് അക്വ റീജിയ. സ്വർണം ഇട്ടുകൊടുത്താൽ അലിഞ്ഞു പോകുന്ന ആസിഡ് ആണ് ഇത് അക്വ റീജിയ. അതിന്റെ പിതാവുമായിരുന്നു തന്നെ ജാബിർ ഇബൻ ഹയാൻ. ഓക്കെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വേണമെങ്കിൽ നമുക്ക് അക്വ റീജിയൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, നോക്കാം. അക്വ റീജിയ നമുക്ക് അതും കൂടെ നോക്കാം. അപ്പൊ അതും ഒരു ആസിഡ് ആണ്. നമുക്ക് നോക്കാം അക്വ റീജിയ. ഉള്ളുണ്ട. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗോൾഡ് ഡിസോൾവിങ് ആസിഡ്. സ്വർണം ഇട്ടുകൊടുത്താൽ അലിഞ്ഞു പോകുന്ന ഗോൾഡ് ഡിസോൾവിങ് ആസിഡ്. 5 ക്വസ്റ്റ്യനുള്ള അക്വ റീജിയ. സ്വർണം ഇട്ടുകൊടുത്താൽ അലിഞ്ഞു പോകുന്ന ആസിഡ് ആണ് ഇത് അക്വ റീജിയ. ഒന്ന് നമ്മൾ കണ്ടു. 2 കമ്പോണൻസ് ഓഫ് അക്വ റീജിയ, HCl ആൻഡ് HNO3. കമ്പോണൻസ് ഓഫ് അക്വ റീജിയ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് HNO3 രണ്ടുപേരുമുണ്ട്. കമ്പോണൻസ് ഓഫ് അക്വ റീജിയ. കഴിഞ്ഞില്ല, അതിന്റെ റേഷ്യോ. മൂന്നാമത് നമുക്ക് റേഷ്യോ പറയാം. റേഷ്യോ പറയുമ്പോൾ പറയണം 3:1. ഓക്കെയാണോ? കമ്പോണൻസ് ഓഫ് അക്വ റീജിയ റേഷ്യോ ചെയ്ത് 3:1 എന്ന് വെച്ചാൽ HCl നേരെ എപ്പോഴും 3 വരണം. HCl നേരെ എപ്പോഴും ആര് വരണം? 3 വരണം. അതായത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക. ഒരു പാത്രം എടുത്ത് അതിൽ 3 ഗ്ലാസ് HCl, 1 ഗ്ലാസ് നൈട്രിക് ആസിഡ് എന്നാണ് അർത്ഥം. ഇതാണ് ഇതിന്റെ മീനിങ്. നമ്മളൊരു ബോർഡിലേക്ക് നോക്കാം. കഴിഞ്ഞൊരു 10 വർഷമായി ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഇങ്ങനെയാണ്: 2:1, 1:2, 3:1, 1:3. ഒരു 10 വർഷമായി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഇങ്ങനെയാണ്.
അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഒന്ന് ബോർഡിലേക്ക് നോക്കുക. ഇതിൻ്റെ ഓപ്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ പഠിച്ചു, നിങ്ങൾ ഒരു കാരണവശാലും 3:1 3:1 എന്നോ 1:3 എന്നോ കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്. 3:1 എന്നോ 1:3 എന്നോ കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്, തെറ്റും. പകരം നിങ്ങൾ ആലോചിക്കുക, അക്വാറിയൽ 2 കമ്പോണൻസ് HCl-ഉം HNO3. അതിൽ HCl നേരെ എപ്പോഴും 3 വരണം, HCl നേരെ എപ്പോഴും 3 വരണം. അങ്ങനെ തന്നെ ആലോചിക്കുക. അപ്പം ഓപ്ഷൻ ഇങ്ങനാണെങ്കിലോ HCl-ഉം HNO3 ഇങ്ങനാണ് ഓപ്ഷൻ എങ്കിൽ ആൻസർ ചെയ്ത് 3:1 ആർക്ക് നേരെ 3, HCl നേരെ 3 വരും. അപ്പൊ ആൻസർ ചെയ്ത് ഓപ്ഷൻ സി. ഓക്കെയാണ്. വീണ്ടും ക്വസ്റ്റ്യൻ തിരിച്ചാണെങ്കിൽ HNO3 ആൻഡ് HCl ഇങ്ങനാണെങ്കിൽ ആൻസർ ചെയ്ത് 1:3 ആർക്ക് നേരെ 3. നേരത്തെ പറഞ്ഞ പോലെ HCl നേരെ 3. ഇപ്പൊ ആൻസർ മാറിയാണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായി ഇങ്ങനെ തന്നെ ഓപ്ഷൻ. ഒരുവിധം പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി 2 ആൻസർ കട്ട് ചെയ്യും. അയാൾക്ക് ഉറപ്പാണ് ആൻസറിൽ 2 വരില്ല, 2 ആൻസർ കട്ട് ചെയ്തു. പിന്നെ കൺഫ്യൂഷൻ ആകും 3:1 ആണോ അതോ 1:3 ആണോ എന്ന് കൺഫ്യൂഷൻ ആകും. ആ കൺഫ്യൂഷൻ മാറാനെ കൊണ്ട് ക്വസ്റ്റ്യൻ അകത്തേക്ക് നോക്കുക. ക്വസ്റ്റ്യനിൽ HCl ആണ് ആദ്യമെങ്കിൽ ആൻസർ ചെയ്ത് ഓപ്ഷൻ സി ആണ്, ഇതാണ് അവസാനമാണെങ്കിൽ ആൻസർ ചെയ്ത് ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, HCl എവിടെയാണോ അതിന് ആനുപാതികമായിട്ട് 3 കൊടുക്കുക. റൈറ്റ്. ഓക്കെയാണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, അക്വാറി ഈസ് ഓൾസോ നോൺ ആസ് റോയൽ ലിക്വിഡ്. അറിയായിരിക്കും അല്ലേ? ഇവനെ വിളിക്കുന്നത് 2009 കമ്പനി ബോർഡ് 2009 കമ്പനി ബോർഡിന്റെ PQ ആണ്. ഇറ്റ് ഓൾസോ നോൺ ആസ് റോയൽ ലിക്വിഡ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റോയൽ ലിക്വിഡ് അല്ലെങ്കിൽ രാജകീയ ദ്രാവകം. ഇറ്റ് ഓൾസോ നോൺ ആസ് റോയൽ ലിക്വിഡ് അല്ലെങ്കിൽ ഏത് രാജകീയ ദ്രാവകം. കിട്ടിയോ? പക്ഷെ എന്തോലും അങ്ങനെ വിളിക്കാൻ കാരണം, സ്വർണം ആരാണ്? കിങ് ഓഫ് മെറ്റൽസ്. അപ്പം സ്വർണം കിങ് ഓഫ് മെറ്റൽസ്, ലോഹങ്ങളുടെ രാജാവ്. അപ്പൊ ഈ രാജാവിനെ ഇട്ടുകൊടുത്താൽ അലിഞ്ഞു പോകുന്ന ലായനിയാണ് ഏത്? അക്വ റീജിയ. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു? രാജകീയ ദ്രാവകം. ഓക്കെ. പിന്നെ നേരത്തെ കണ്ടു ഫാദർ ആരാണ്? ജാബിർ ഇബൻ ഹയാൻ. കഴിഞ്ഞു. അപ്പൊ അക്വ റീജിയന്റെ അവിടെ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ. ഒന്ന്, എന്താണ് അക്വ റീജിയ? ഗോൾഡ് ഡിസോൾവിംഗ് ലിക്വിഡ്. സ്വർണ്ണം ഇട്ടുകൊടുത്താൽ അലിഞ്ഞു പോകുന്ന ലായനി അക്വ റീജിയ. 2 കമ്പോണൻസ് ആരൊക്കെയാണ്? HCl HNO3. 3 ആനുപാതികം എങ്ങനെയാണ് അല്ലെങ്കിൽ റേഷ്യോ എങ്ങനെയാണ്? 3:1 അല്ലെങ്കിൽ 1:3. കാണാതെ പഠിക്കരുത്. എവിടെയാണോ HCl അതിന് നേരെ 3. ആദ്യമാണെങ്കിൽ ആദ്യം, അവസാനമാണെങ്കിൽ അവസാനം. ഇനി ഇറ്റ് ഓൾസോ നോണസ് എന്ന മറ്റൊരു വിളിപ്പേര്, ഇറ്റ് ഓൾസോ നോണസ് റോയൽ ലിക്വിഡ്, രാജകീയ ദ്രാവകം. അതിന്റെ പിതാവ് ജാബിർ ഇബൻ ഹയാൻ. ഓക്കെയാണ്. അപ്പൊ അത് നമ്മളവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമുക്കൊരു PH സ്കെയിലാണ് അല്ലെങ്കിൽ PH-നെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. PH ഒരു ഇൻഡിക്കേറ്ററാണ്. തന്നിരിക്കുന്ന ഒരു സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്നറിയാൻ സഹായിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ആര്? PH. ഇതിന് 0 മുതൽ 6.9 വരെ നമുക്ക് ആര് പറയാം? 0-നും 6.9 ഇടയ്ക്കാണ് മൂല്യം നിൽക്കുന്നെങ്കിൽ അത് ആസിഡ് ആണെന്നും, അതല്ല കറക്റ്റ് 7 6.9 കറക്റ്റ് 7 ആണെങ്കിൽ നമുക്ക് പറയാം അത് ന്യൂട്രൽ ആണെന്നും. എന്നാൽ 7.1-നും 14-നും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് പറയാം 7.1-നും 14-നും ഇടയ്ക്കാണെങ്കിൽ അത് ബേസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ആൽക്കലി. അപ്പോൾ ആ അളവുകൾ കൃത്യമായി ശ്രദ്ധിക്കുക. PH എന്ന് വെച്ചാൽ ഒരു ഇൻഡിക്കേറ്ററാണ്. തന്നിരിക്കുന്ന ഒരു സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്നറിയാൻ സഹായിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് PH. ഇതിലെ മൂല്യം നമുക്കൊരു സ്കെയിലായിട്ട് കൺസിഡർ ചെയ്ത് കഴിയുവാണെങ്കിൽ 0 മുതൽ 0-നും 6.9-നും ഇടയ്ക്കാണ് മൂല്യം കാണപ്പെടുന്നതെങ്കിൽ അതിനെ ആസിഡ് എന്നും, അപ്പോൾ 7 ആണെങ്കിൽ ന്യൂട്രൽ പ്യുവർ വാട്ടർ ആണ്, ശുദ്ധജലമാണ് 7. 7.1-നും 14-നും ഇടയ്ക്കാണെങ്കിൽ അത് ബേസ് അല്ലെങ്കിൽ ആൽക്കലി എന്ന് നമുക്ക് വിളിക്കാം. ഇനി കുറച്ച് വസ്തുക്കൾ സ്ഥിരമായി PSC എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുടെ PH നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊന്ന് നോക്കിക്കോണം. ഈ പോയിന്റുകൾ ഒന്ന് എഴുതുകയാണ്. 0 മുതൽ 6.9 ഈസ് ഈക്വൽ ടു ആസിഡ്, 7 ആണെങ്കിൽ ന്യൂട്രല്. നോക്കിക്കോണം. 7.1 മുതൽ 14 വരെയാണെങ്കിൽ ബേസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ആൽക്കലി. ഓക്കെയാണോ? അപ്പം ഈ ഒരു ഇൻഡിക്കേറ്റർ ആരാണ് രൂപകൽപ്പന ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സൊറൻസൺ. ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ പിതാവ് വളരെ ഫേമസ് ആയ ക്വസ്റ്റ്യൻ ആണ്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും കാണുന്നുണ്ട്. ഈ ഇൻഡിക്കേറ്റർ രൂപകൽപ്പന ചെയ്ത ആരാണ്? അത് സൊറൻസൺ. 0-നും 6.9-നും ഇടയ്ക്ക് ആസിഡ്, 7 ന്യൂട്രൽ, 7.1-നും 14-നും ഇടയ്ക്ക് ബേസ് അല്ലെങ്കിൽ ആൽക്കലി. ഇതാരാണ് രൂപകൽപ്പന ചെയ്തത് അല്ലെങ്കിൽ ഇതാരാണ് ഈ PH സ്കെയിൽ ഓർ PH ഇൻഡിക്കേറ്റർ കണ്ടുപിടിച്ച ആരാണ്? സൊറൻസൺ.
ഇനി നമുക്ക് കുറച്ച് വസ്തുക്കളുടെ pH നോക്കാം. നമുക്ക് ആദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വിലപ്പെട്ടൊരു pH ആണ് ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസിന്റെ pH നമുക്ക് നോക്കാം. പറഞ്ഞോ, ലെമൺ ജ്യൂസിന്റെ pH ആണ് ഏത്? 2.4. ലെമൺ ജ്യൂസിന്റെ pH ആണ് ലെമൺ ജ്യൂസ്, നാരങ്ങ വെള്ളം. ലെമൺ ജ്യൂസിന്റെ pH ആണ് 2.4. അടുത്ത നമുക്ക് പറയാം വിനാഗിരിന്റെ pH ആണ് 2.9. വിനാഗിരിന്റെ pH 2.9 ആണ്. അടുത്ത നമുക്ക് പറയാം ബിയറിന്റെ pH 4.5. ബിയറിന്റെ pH നമുക്ക് പറയാം 4.5 ആണ്. അടുത്ത നമുക്ക് പറയാം യൂറിൻ 6. ദെൻ മിൽക്ക് 6.5. യൂറിൻ 6, മിൽക്ക് 6.5 ആണ്. പക്ഷെ നമുക്ക് പറയാം നെക്സ്റ്റ് നമുക്കൊന്നും കൂടെ ഉണ്ട് സലൈവ 6.5-നും 7.2-നും ഇടയ്ക്ക്. സലൈവ 6.5-നും 7.2-നും ഇടയ്ക്ക്. പ്യുവർ വാട്ടർ അറിയാം 7. പ്യുവർ വാട്ടർ 7. നമുക്ക് പറയാം ടിയർ 7. ടിയർ നമുക്ക് 7.2. ബ്ലഡ് നമുക്ക് പറയാം 7.4. നെക്സ്റ്റ് സീ വാട്ടർ 8. സീ വാട്ടർ 8. അപ്പം നോക്കിക്കോണം. ഒന്നുകൂടെ നമുക്ക് പറയാം ആസിഡ് റെയിൻ അത് 4-നും 5.5-നും ഇടയ്ക്ക്. അപ്പം അത്രയും കൂടെ ഒന്ന് നോക്കിക്കോണം. നമ്മൾ പറഞ്ഞിരിക്കുന്ന pH ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ലെമൺ ജ്യൂസ് കുറച്ച് അത്യാവശ്യമുള്ള കുറച്ച് pH മാത്രം. 2.4 2.4, വിനാഗിരി 2.9, ബിയർ 4.5, യൂറിൻ 6, മിൽക്ക് 6.5, സലൈവ 6.5-നും 7.2-നും ഇടയ്ക്ക്. പ്യുവർ വാട്ടർ 7, ടിയർ 7.2, ബ്ലഡ് 7.4, സീ വാട്ടർ 8, ആസിഡ് റെയിൻ 4-നും 5.5-നും ഇടയ്ക്ക്. അപ്പം അതും കൂടെ നോക്കുക. ഓക്കെയാണ്. pH കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യം pHന്റെ മൂല്യം 0-നും 6.9-നും ഇടയ്ക്കാണ്. അതിൽ ഒരു തന്നിരിക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ആൽക്കലി ആണോ എന്നറിയാൻ സഹായിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഇത് നമ്മുടെ pH. കണ്ടുപിടിച്ച സൊറൻസൺ ആണ്. 0-നും 6.9-നും ഇടയ്ക്കാണ് ആസിഡിന്റെ മൂല്യം. 7 ന്യൂട്രലാണ്. 7.1-നും 14-നും ഇടയ്ക്ക് ബേസ് അല്ലെങ്കിൽ ആൽക്കലിയാണ്. അതിൽ കുറച്ച് ആൾക്കാരുടെ pH അത്യാവശ്യമുള്ള കുറച്ച് ആൾക്കാരെ മതി. ലെമൺ ജ്യൂസ് 2.4, വിനാഗിരി 2.9, ബിയർ 4.5, യൂറിൻ 6, മിൽക്ക് 6.5, സലൈവ 6.5-നും 7.2-നും ഇടയ്ക്ക്. പ്യുവർ വാട്ടർ 7, ടിയർ 7.2, ബ്ലഡ് 7.4, സീ വാട്ടർ 8, ആസിഡ് റെയിൻ 4-നും 5.5-നും ഇടയ്ക്ക്. ഓക്കെ, റൈറ്റ്. ഓക്കെയാണ്. ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഫുഡ് ആൻഡ് ആസിഡും കൂടെ നോക്കാം. ചില ആഹാര പദാർത്ഥങ്ങളിൽ കാണപ്പെടുന്ന ആസിഡാണ്. വളരെ കുറച്ച് അറിയാവുന്നതാണ് കൂടുതലും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഇപ്പോൾ റൈസ്, അരിയിൽ കാണപ്പെടുന്ന ആസിഡ്. ഇപ്പൊ നോക്കാം, റൈസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് അറിയാതെ ഫൈറ്റിക് ആസിഡ്. അപ്പൊ അരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് നമുക്ക് നോക്കാം ഫൈറ്റിക് ആസിഡ്. ഫൈറ്റിക് ആസിഡാണ് അരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് നമുക്ക് നോക്കാം ഫൈറ്റിക് ആസിഡ്. രണ്ട് നമുക്ക് പറയാം അരി കഴിഞ്ഞാൽ നമുക്ക് പറയാം തേങ്ങ. നമ്മുടെ തേങ്ങ അല്ലെങ്കിൽ കോക്കനട്ടിൽ കാണപ്പെടുന്ന ആസിഡാണ് കാപ്രിക് ആസിഡ്. അതിൽ കാണപ്പെടുന്ന ആസിഡാണ് ഇത് കാപ്രിക്. അപ്പൊ അരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഫൈറ്റിക് ആസിഡ്, തേങ്ങയിൽ കാണപ്പെടുന്ന ആസിഡാണ് കാപ്രിക് ആസിഡ്. ഇനി നമുക്ക് പറയാം മരച്ചീനി. എന്നുകൊണ്ട് നമുക്ക് പറയാം മരച്ചീനിയിൽ കാണപ്പെടുന്ന ആസിഡാണ് പ്രൂസിക് ആസിഡ്. മരച്ചീനി അല്ലെങ്കിൽ ടപ്പിയോക്കയിൽ കാണപ്പെടുന്ന ആസിഡാണ് പ്രൂസിക് ആസിഡ്. മരച്ചീനി അല്ലെങ്കിൽ ടപ്പിയോക്കയിൽ കാണപ്പെടുന്ന ആസിഡാണ് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. പറയാം ഹൈഡ്രോസയാനിക് ആസിഡ്. ഹൈഡ്രോസയാനിക് ആസിഡ് കിട്ടിയായിരുന്നു. അപ്പം റൈസിൽ കാണപ്പെടുന്ന ഫൈറ്റിക് ആസിഡ് ആണ്, തേങ്ങയിൽ കാപ്രിക് ആസിഡ് ആണ്, മരച്ചീനിയിൽ പ്രൂസിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടെ പറയാം, മരച്ചീനി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റിയതാ, പിന്നെ നമുക്ക് ആസിഡ് ചായയിൽ കാണപ്പെടുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. ചായയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഇത് ടാനിക് ആസിഡ്. അപ്പം പാലിൽ കാണപ്പെടുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് ആണ് ഹ്യൂമൻ ടിഷ്യൂ. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യപേശി അല്ലെങ്കിൽ ഹ്യൂമൻ ടിഷ്യൂസ്. മനുഷ്യപേശി അല്ലെങ്കിൽ ഹ്യൂമൻ ടിഷ്യൂസിൽ കാണപ്പെടുന്ന ആസിഡാണ് ഇത്. അതിൽ നമുക്ക് പറയാം അതും ലാക്റ്റിക് ആസിഡ് തന്നെ. പാലിൽ കാണപ്പെടുന്ന ലാക്റ്റിക് ആസിഡ് ആണ്. മനുഷ്യപേശി അല്ലെങ്കിൽ ഹ്യൂമൻ ടിഷ്യൂസിൽ കാണപ്പെടുന്ന ഇത് തന്നെയാണ്, ഇതേ ലാക്റ്റിക് ആസിഡ് ആണ്. പിന്നെ നമുക്ക് പറയാം ഉറക്ക ഗുളിയ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ്. ഉറക്ക ഗുളിയ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസിൽ കാണപ്പെടുന്ന ആസിഡാണ് ഇത്. വളരെ ഫേമസ് ആണ് ബാർബിറ്റൂറിക് ആസിഡ്. ബാർബിറ്റൂറിക് ആസിഡ് കിട്ടിയായിരുന്നോ? ബാർബിറ്റൂറിക് ആസിഡ് ആണ്. ഒന്നും കൂടെ നോക്കാം നമുക്ക്, ചോക്ലേറ്റ് തക്കാളിയിൽ ഏതാണ്? തക്കാളിയും ചോക്ലേറ്റും രണ്ടിലും ഒരേ ആസിഡാണ്. തക്കാളി അതുപോലെ തന്നെ ചോക്ലേറ്റ് രണ്ടിലും കാണപ്പെടുന്ന ഓക്സാലിക് ആസിഡ്. തക്കാളിയിൽ കാണപ്പെടുന്ന ഏത്? ഓക്സാലിക് ആസിഡ് ആണ്. ചോക്ലേറ്റിൽ കാണപ്പെടുന്ന ഏത്? അതും ഓക്സാലിക് ആസിഡ് ആണ്.
കഴിഞ്ഞില്ല. നമ്മൾ നേരത്തെ കണ്ടു വിനാഗിരിയിൽ കാണപ്പെടുന്ന പറയണ്ടല്ലോ. വിനാഗിരി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് അസറ്റിക് ആസിഡ്. അപ്പം ഇവിടെ നോക്കാം. ആദ്യം എഴുതിയ റൈസ് അല്ലെങ്കിൽ അരിയിൽ കാണപ്പെടുന്ന ഫൈറ്റിക് ആസിഡ്, തേങ്ങ കാപ്രിക് ആസിഡ്, മരച്ചീനി പ്രൂസിക് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ്, ടീ ടാനിക് ആസിഡ്, പാൽ ലാക്റ്റിക് ആസിഡ്, മനുഷ്യ പേശി അല്ലെങ്കിൽ ഹ്യൂമൻ ടിഷ്യൂ ലാക്റ്റിക് ആസിഡ്, ഉറക്കഗുളിക അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് ബാർബിറ്റ്യൂരിക് ആസിഡ്, തക്കാളി അല്ലെങ്കിൽ ചോക്ലേറ്റ് ഓക്സാലിക് ആസിഡ്. ഓക്കെയാണോ? ഓക്കെയാണ്. കഴിഞ്ഞില്ല. ഇനി നമുക്കുള്ളത് ഉറക്ക ഗുളികയുണ്ടോ, തക്കാളിയുണ്ടോ, ചായ കണ്ടു, ആപ്പിൾ. ആപ്പിൾ ഉണ്ട്. ആപ്പിളിൽ കാണപ്പെടുന്ന ആസിഡാണ് അറിയാം മാലിക് ആസിഡ്. ആപ്പിളിൽ കാണപ്പെടുന്ന ആസിഡാണ് അറിയാം മാലിക് ആസിഡ്. അങ്ങനെയെങ്കിൽ ഓറഞ്ച്, ഓറഞ്ചിൽ കാണപ്പെടുന്ന ഓറഞ്ചിലും നാരങ്ങയിലും, ഓറഞ്ചും നാരങ്ങ, ഓറഞ്ച് ലെമൺ രണ്ടിലും ഏതാണ്? സിട്രിക് ആസിഡ്. ഓറഞ്ചിലും നാരങ്ങയിലും സിട്രിക് ആസിഡ് ആണ് കിട്ടിയായിരുന്നു. ആപ്പിളിൽ മാലിക് ആസിഡ്, ഓറഞ്ചിലും നാരങ്ങയിലും സിട്രിക് ആസിഡ് ഉണ്ട്. ഇനിയുണ്ട് ഓറഞ്ചിലും നാരങ്ങയിലും സിട്രിക് ആസിഡ് ഉണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് പറയണം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എനിക്ക് തോന്നുന്നു ഗ്രേപ്പ്, മുന്തിരി ഉണ്ട്. ഗ്രേപ്പ് ആൻഡ് ടാമറിൻഡ്, മുന്തിരിയിലും പുളിയിലും കാണപ്പെടുന്ന ആസിഡാണ് ഇത് ടാർട്ടാറിക് ആസിഡ്. നേരത്തെ പറഞ്ഞു ഇതിന്റെ പിതാവാണ് ജാബിർ ഇബ്ൻ ഹയ്യാൻ നമ്മൾ പറഞ്ഞു. ഇത് അത്യാവശ്യമുള്ള കുറെ ആൾക്കാരെ കഴിഞ്ഞ് കാണണം നമ്മൾ. ആപ്പിൾ മാലിക് ആസിഡ്, ഓറഞ്ച് ലെമൺ സിട്രിക് ആസിഡ്, ഗ്രേപ്പ് ടാമറിൻഡ് ടാർട്ടാറിക് ആസിഡ്, ടീ തേയില, ടീ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചായ പറഞ്ഞിരുന്നു. അപ്പൊ അത് തന്നെ ടാനിക് ആസിഡ്. ഓക്കെയാണ്. അപ്പൊ അതും കൂടെ നോക്കാം. ആപ്പിൾ മാലിക് ആസിഡ്, ഓറഞ്ച് ഓർ ലെമൺ സിട്രിക് ആസിഡ്, ഗ്രേപ്പ് ഓർ ടാമറിൻഡ് ടാർട്ടാറിക് ആസിഡ്, ടീ ഓർ തേയില ഓർ ചായ ടാനിക് ആസിഡ്. നമ്മൾ ജാബിർ ഇബ്ൻ ഹയാനെ കുറിച്ച് ഇന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് അക്വോറിജി എന്താണെന്നും അതിന്റെ പിതാവിനെ കുറിച്ചൊക്കെ അക്വോറിജിനെ കുറിച്ചും പഠിച്ചു. അതുപോലെ നമ്മൾ പഠിച്ചിരിക്കുന്ന പി എച്ചിനെ കുറിച്ച് പഠിച്ചു. കുറെ ആഹാര പദാർത്ഥങ്ങളിൽ കാണപ്പെടുന്ന ആസിഡിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ആസിഡിൽ നിന്ന് ചോദിക്കാവുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് ചോദിക്കാവുന്ന എല്ലാ സെക്ഷനും ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലോസ് ചെയ്യാം. നന്ദി, നമസ്കാരം.